അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് തക്കാളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിക്ക് തീരെ വില കുറവാണ്. ഇപ്പം സീസൺ തുടങ്ങിയിട്ടുണ്ട് തക്കാളിയുടെ. ഇപ്പോൾ 1 കിലോയ്ക്ക് 5 രൂപയുള്ളൂ ഇപ്പോൾ നമ്മളിവിടെ. അപ്പോൾ അത് കാരണം നമ്മൾ തക്കാളി കുറച്ച് വാങ്ങിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ തക്കാളി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സോസ്, ടൊമാറ്റോ സോസ്. അതാണ് നമ്മൾ കെച്ചപ്പെന്നും സോസ് എന്നൊക്കെ പറയുന്ന സംഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഹോം മെയ്ഡ്. അതന്നെ. ഇത് നമ്മള് കടയിൽ നിന്നൊക്കെ എല്ലാവരും മേടിച്ച് കഴിക്കുന്ന, പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ അതന്നെ നല്ലത്. നമ്മുടെ സ്റ്റൗ ഒന്ന് ഓണാക്കി. അപ്പൊ നമ്മളുണ്ടല്ലോ ഇതിൻ്റെ അത് ഈ ചില നമ്മുടെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ നമ്മുടെ തക്കാളി നമ്മൾ വേഗം വെക്കത്തില്ലേ, അപ്പൊ അതിന്റെ കൂടെ തന്നെ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒക്കെ ചേർത്ത് കൊടുക്കാതെ നമുക്ക് അതിന് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. തക്കാളിയിൽ നിന്ന് വെള്ളം ധാരാളം ഇറങ്ങും. എന്നാൽ പോലും ഇത് നല്ലതായിട്ട് ജ്യൂസി ആയിട്ടുള്ള തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത തക്കാളി വേണം, നമുക്ക് കളർ വേണം, എല്ലാം വേണം. അപ്പൊ അത് നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പൊ ഇതിനി വേഗണം. അതാണ് നമ്മുടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ അതിന് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പൊ അതിന് വേഗട്ടെ. അപ്പൊ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 5-6 മിനിറ്റ്, 5 മിനിറ്റ് അല്ല, 5 മിനിറ്റ് സമയം എടുത്ത് വേകാനായിട്ട്. നമ്മൾ വെന്ത് നല്ല പേസ്റ്റ് പോലെ ആയി സാധനം ഏകദേശം. നന്നായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനി തണുക്കണം, തണുത്തിട്ട് വേണം അടുത്ത പരിപാടി ചെയ്യാനായിട്ട്. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടേ തണുക്കാനായിട്ട് നമുക്ക് വെക്കണം. ഇത് ചെയ്യുമ്പോൾ അടികട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കണേ. നമ്മളിപ്പോൾ അതുകൊണ്ട് കൽച്ചട്ടി ഉപയോഗിച്ചത്. അടികട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇതിന്റെ വെള്ളമൊക്കെ പോയി കഴിയും. വെള്ളം വറ്റി കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യത. കാര്യം തീരെ ഇതല്ലേ, കട്ടി കുറവല്ലേ സാധനം. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ കൽച്ചട്ടി ആയതുകൊണ്ട് കുറേ നേരം കൂടി ഇതിൻ്റെ ചൂട് നിൽക്കും. പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അതെ, മിക്സിക്കകത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇനി നമ്മുടെ മിക്സി ഒന്നും ഇല്ലെങ്കിലേ ഒരു തുണിക്കകത്ത് കെട്ടിയിട്ട് ഇതിങ്ങനെ നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാലും അതിന്റെ ചാറ് നമുക്ക് കിട്ടും. നമുക്ക് ഇതിന്റെ ചാറ് കിട്ടണം, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്തായാലും കൊള്ളാം, സംഭവം ഇരിക്കട്ടെ. ഇനി ഇതൊന്ന് തണുക്കണം. അപ്പോൾ തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് എടുക്കും തണുക്കാനായിട്ട്. നല്ലതായിട്ട് ജ്യൂസ് ഉണ്ട്, നല്ല റെഡ് കളറിലുള്ള തക്കാളി. അതെ, അപ്പോൾ തണുക്കട്ടെ. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തണുത്ത് നമ്മൾ ഇത് കണ്ട അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുരുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാം കളഞ്ഞു വേണം നമുക്ക് എടുക്കാൻ. അപ്പൊ നമ്മള് അടികെട്ടിയുള്ള നമ്മൾ നേരത്തെ ഉപയോഗിച്ച, അപ്പൊ നമ്മൾ അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. എന്നാലും നമ്മുടെ ആ ഒരു സോസിന്റെ ഒരു കട്ടി വേണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും 2 ഗ്രാമ്പും, പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് ബീട്രൂട്ടാണ്. നമുക്ക് വേണമെങ്കിൽ കളർ തന്നെ ചേർക്കാം, സിന്തറ്റിക് കളറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പീസ് നമ്മുടെ ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നന്നായിട്ട് കുറുകി കിട്ടണം. അതാണ് ഇനി അടുത്ത പരിപാടി. അതെ, അത്യാവശ്യം കുറുകിയാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ ആ വെള്ളമൊക്കെ നേരത്തെ തന്നെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. എന്നാലും ഇതിലെ ഉള്ള വെള്ളത്തിന്റെ അംശം മുഴുവൻ പോയി നല്ല കുറുകി കിട്ടണം. അതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കൂട്ടത്തില് നമുക്കിതിന്റെ ഒരു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ സോസിനൊരു മധുരം ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവേ. ഇതുണ്ടല്ലോ, നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ സോസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രിസർവേറ്റീവുകളൊക്കെ ചേർത്തായിരിക്കും വരുന്നത്. കാര്യം ഇത് ഒരുപാട് നാൾ കേടാകാതൊക്കെ ഇരിക്കാനായിട്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം സംഭവം. പക്ഷെ സംഭവം നമുക്ക് ഒരു കാരണവശാലും പേടിയില്ല, നമുക്കിത് കഴിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പ്, അതും കൂടെ മറ്റേ ഇത് ബാലൻസ് ചെയ്യണം, പഞ്ചസാരയുടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കാം നമുക്ക്. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെ, അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറുകിയിട്ട് വേണം. അപ്പോൾ നമ്മുടെ സംഭവം നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായി സാധനം. ഇത് 3/4 പങ്കും റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുക്കാവേ. 1 ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുക. നല്ല മണമാണ്. നമ്മള് കറുവാപ്പട്ടയും ഗ്രാമ്പും അതൊക്കെ ഓപ്ഷണലാണ്. നമുക്കത് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ
മാത്രം ഇട്ടാക്കാൻ മതി, ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതെ. അപ്പൊ നമ്മളിനി ഇതിന് ചെറിയൊരു രീതിയുണ്ടല്ലോ, ചെറിയതായിട്ട്. അപ്പൊ അത് കാരണം ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് വരുന്നത്. കളറ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയ അതിന്റെ ഒരു ടേസ്റ്റ് വരണല്ലോ. അതെ, മുളകിന്റെ ഒരു ടേസ്റ്റും വരണം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളിപ്പം വിനാഗിരി ചേർത്തില്ലേ, അപ്പൊ ആ വിനാഗിരിയുടെ ആ വെള്ളത്തിന്റെ അംശം കൂടെ പോകണം. അപ്പം നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി വരും. ഇപ്പൊ അത്യാവശ്യം നല്ല കുറുകിയിരിക്കും. ഇനി ഒരു 5 മിനിറ്റ് ഒക്കെ കൂടെ ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഇത് കുറുകി കിട്ടും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചില്ലി ചിക്കനോ ചിക്കൻ ചില്ലിയോ എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ ഈ സാധനം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് ഉള്ള സോസുകൾ മേടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിൽ മറ്റേ ആന ആടുമ്പോഴുള്ള വ്യത്യാസമാണ് ടേസ്റ്റിന്. ടേസ്റ്റ് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പേടിക്കാതെ കഴിക്കാമല്ലോ. അതെ, ഒരു പ്രശ്നമില്ല, നമുക്ക് ധൈര്യം കഴിക്കും. ഇപ്പം തക്കാളിക്കൊക്കെ വില കുറവുള്ള സമയമല്ലേ, നമുക്ക് ഇവിടെ നല്ല വില കുറവ്, 5 രൂപ ഉണ്ട് 1 കിലോയ്ക്ക്. അപ്പൊ അത് കാരണം പിന്നെ മേടിക്കുക, ഉണ്ടാക്കുക. നല്ല വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം. നമ്മുടെ ചെറിയ പാത്രം നല്ല അടികട്ടിയുള്ള പാത്രം ഉപയോഗിക്കാതെ. പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാത്രം അനുസരിച്ചിരിക്കും നമ്മൾ ആദ്യം ഒഴിക്കുന്ന വെള്ളമില്ലേ, അത് ഒത്തിരി കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് അത്രയും വറ്റിച്ചെടുക്കും, ഒരുപാട് നേരം പോകും. അപ്പൊ അത് കാരണം നല്ല കുറച്ച് വെള്ളം എടുത്ത് വെച്ചാൽ മതി. പക്ഷേ അടിക്ക് പിടിക്കാതിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല കട്ടിയായിട്ടുണ്ട് കാണാൻ, നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിരുന്ന് തണുക്കുകയും കൂടെ ചെയ്ത് കഴിയുമ്പോഴല്ലോ നമ്മളുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സോസിന്റെ അതിനേക്കാളും നല്ല ഫ്ലേവർ നല്ല കേട്ടോ. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളറ് പോലും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി അങ്ങ് എടുത്ത് മാറ്റിയേക്കാവേ. അത് നമുക്ക് ഇനി ആവശ്യമില്ല, അതൊക്കെ നമുക്ക് അങ്ങ് മാറ്റിയേക്കാം. അതിന്റെ ഗുണങ്ങളൊക്കെ അതിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം അങ്ങ് മാറ്റാം. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊള്ളാം. ഇനിയിപ്പോ തക്കാളി കിട്ടുമ്പോഴത്തേക്കുണ്ട്. ഇനിയിപ്പോ തക്കാളി കിട്ടാനൊന്നുമില്ല, തക്കാളി ഉണ്ടല്ലോ ഓൾറെഡി. അപ്പം സമയം കിട്ടുമ്പോഴത്തേക്ക് ഒന്ന് ചെയ്യുക. സ്വല്പം നേരം എടുക്കും, സമയം എടുക്കും. കാര്യം ഇത് അരിയാനും പിടിക്കാനോ ഒന്നും അതും വേണ്ടേ, എളുപ്പം കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പൊ സംഭവം ഒന്ന് റെഡിയാക്കി നോക്ക്. അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് സംഭവം റെഡി ആയിരിക്കുകയാണ്. വലിയ പാത്രമൊക്കെ ആണല്ലോ, തക്കാളി മുറിക്കാതെ വേണമെങ്കിലും നമ്മുടെ ചെറിയ പാത്രം ആയതുകൊണ്ട് നമ്മള് മറ്റേ നമ്മുടെ അടുപ്പിലൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറെ കൂടെ എളുപ്പമായിരിക്കും. ഇത് വറ്റാനുള്ള താമസവും കുറഞ്ഞും കിട്ടും. അപ്പൊ എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് അതിന്റെ രുചി. ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരും കാണുമല്ലോ. എന്തായാലും അറിയാത്തവർക്ക് വേണ്ടി നമ്മളൊന്ന് ഷെയർ ചെയ്തു. അപ്പൊ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് തന്നെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പുറം ചേച്ചി ഏറ് തുടങ്ങിയിട്ടുണ്ട്. അത് ഫുൾ ടൈം ഇതാ പണി പുള്ളിക്കാരി. അപ്പം ചൂട് കാരണം നമ്മൾ ജനലും തുറന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെല്ലിക്കൂടൊക്കെ വരും. അപ്പൊ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ പറയുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെന്തോ അല്ലേ, ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക, കമന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു. അപ്പം നല്ല വ്യത്യസ്തമായ പുതിയൊരു രുചിയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും അത് നല്ല അടിപൊളി തക്കാളി സോസുമായിട്ട് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.